കോൺഗ്രസിൽ രഹസ്യമില്ലാത്ത പാർട്ടിയാണ്. രഹസ്യം പറയാൻ തീരുമാനിക്കുമ്പോൾ പരസ്യമാകുന്ന പാർട്ടിയാണ്. അത് അധികാരത്തിലേക്ക് വരുന്ന കാലത്തിനനുസരിച്ച് മാറിയില്ല എങ്കിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമൊന്നും ഇല്ല. ഇപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ത്രികോണ പ്രണയം എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഒരു ത്രികോണ പ്രതികാര കഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പരാജയപ്പെടുന്നവർ ഒന്നിക്കുകയും ജയിച്ചയാളോട് അതിന് പഴിവാങ്ങാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്തിച്ചേരാൻ പോകുന്നത് എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്ന ഒരു കോൺഗ്രസിനെ കുറിച്ചാണ് മിനിമം കോൺഗ്രസിന്റെ അണികളും അധികാരത്തിലെത്തുന്ന സമയം വരെയും അവരോടൊപ്പം ഉറച്ചു നിന്ന സഖ്യകക്ഷികളും ഒക്കെ പറഞ്ഞത്, ഒക്കെ വിചാരിച്ചിട്ടുള്ളത്. ലീഗിനെ കുറിച്ച് ഞാൻ എല്ലാ കാലവും കേട്ടിട്ടുള്ളത്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലും കേട്ടിട്ടുള്ളത്, അധികാരമില്ലാതെ തുടരാൻ കഴിയാത്തൊരു പാർട്ടിയാണ് ലീഗ്. ഒരു തവണ കൂടി കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടില്ല എങ്കിൽ ലീഗ് UDFന്റെ ഭാഗമായി തന്നെ ഉണ്ടാകില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ലീഗിന് ഇത്തവണ അങ്ങനെ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല. ലീഗ് കോൺഗ്രസിനൊപ്പം ചേർന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ പണിയെടുത്ത് ഈ ഫലപ്രാപ്തി 102ലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വലിയ തോതിൽ ഒപ്പം നിൽക്കുകയും പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ പോലും ഒപ്പം നിൽക്കുകയും വലിയ സ്ട്രൈക്ക് റേറ്റോട് കൂടി തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യുകയും ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം UDF മുന്നിലുണ്ട്. സ്മൃതി മാഡം പറഞ്ഞതുപോലെ സർക്കാർ രൂപപ്പെട്ട് കഴിയുമ്പോൾ കലഹങ്ങൾ മാറ്റിവെച്ച് ഒരു ഐക്യത്തോടു കൂടി കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ളൊരു സാഹചര്യം. ഇപ്പോൾ കൂറ് മറ്റു പലയിടങ്ങളിലും മറ്റു പല നേതാക്കളോടും ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയും വിമർശനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ പലരും ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ, ലിജുവിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമാകുന്ന സമയത്ത് ആദ്യമായി കിട്ടുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ഈ നാട്ടിൽ എൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ അടയാളപ്പെടുത്തി പോകാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് കളിച്ചൊരു 5 വർഷം തീർത്തേക്കാം എന്ന് വിചാരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.